ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ വീട്ടിലത് യാതൊരു ചിലവില്ലാതെ നല്ല സിമ്പിളായിട്ട് സെറ്റ് ചെയ്ത ഗാർഡൻ ആട്ടോ അത്. അപ്പോൾ ഇതിൽ കാണുന്നത് സീനികപ്പൂവാണ്. ഇതിൻ്റെ തന്നെ നമ്മുടെ വീട്ടിൽ 2-3 ചേഞ്ച് കളറുകളുണ്ട്. ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡും റെഡ് ഷെയ്ഡും ആയിട്ട് വരുന്നതാട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ തനിയെ വീണ് മുളയ്ക്കും. നമുക്ക് സീഡ് വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ അത്യാവശ്യം വലുതായി വരും. നമുക്ക് വളമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, യാതൊരു വിധ ചിലവും ഇല്ല. നല്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂവൊക്കെ ഇടുന്ന ചെടിയാണ് കേട്ടോ. അതിൻ്റെ തൈകൾ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വിത്തുകളാണ് കേട്ടത്. ഇങ്ങനെ വിത്ത് വെറുതെ ഇങ്ങനെ പാവി കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുളച്ച് വരും. ഇതാണ് അതിൻ്റെ സീഡ്, കണ്ടോ. ഇതിങ്ങനെ നിലത്ത് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ തൈ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ തൈ വളർന്ന് വരുന്നതാണ്. തൈ നമുക്ക് ഇങ്ങനെ കുറേ അടുപ്പിച്ച് വെക്കുമ്പോൾ കുറച്ച് മാറ്റി മാറ്റി വെച്ച് കൊടുത്താൽ വേഗം വലുതാവും. പിന്നെ നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ ഈ വയലറ്റ് കളറുള്ളത്, പിങ്ക് ഷെയ്ഡ് പോലെയാണ്. ഇത് ഞങ്ങളൊരു വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത് മുകളിലേക്ക് പടർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ തണ്ട് കുഴിച്ചിട്ടിട്ടാട്ടോ ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെറിയൊരു പീസ് മതി, നട്ടാൽ മതി. അത്യാവശ്യം കുറേ പൂക്കളുണ്ടാവും കേട്ടോ അത്. അപ്പം ഞങ്ങതേ പൊടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണത്. ചെറിയ തണ്ട് മാറ്റിയാൽ തന്നെ അത്യാവശ്യം വേഗം വലുതായി വരും. ഇപ്പോൾ ഇത് ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ മുകളിൽ വെച്ച ചെടിയാണ് കണ്ടോ, തണ്ടുകൾ ഇഷ്ടം പോലെ വരുന്നത്. ഈ തണ്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഇല മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ നാടനായിട്ടുള്ള വളങ്ങളാട്ടോ ഇടുന്നത്. ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഇലയുടെ കുറച്ച് വളങ്ങൾ ഇടുന്നുണ്ട്. അത് ഞാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ കാശിത്തുമ്പ അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ആട്ടോ. ഇതൊക്കെ മുകളിലേക്ക് പടർന്നു തുടങ്ങി. നമ്മൾ വെച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, എങ്കിലും നിറയെ പൂക്കളാണ്. അപ്പോൾ എല്ലാവരും ഈ ചെടി എങ്കിലും മാക്സിമം വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ നോക്കാം. നമ്മൾക്ക് പൂക്കൾ കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല ചെടിയാട്ടോ ഇത്.